എന്ത് ഓണം മാലോകരെ! പൂക്കളങ്ങളുടെ നിറവും ചെണ്ടമേളത്തിന്റെ താളവും ഓണസദ്യയുടെ രുചിയും പോലെ ജയകേസരി ദിനപത്രവും ജയകേസരി ന്യൂസ് ചാനലും ജയകേസരി ഓൺലൈനുമില്ലാതെ കേരളക്കരയിൽ എന്തോണം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സദ്യവട്ടത്തിന് സ്വാദേകാനിനി ശ്രീ മഹാദേവ പപ്പടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്വാദിഷ്ടം. ശ്രീ മഹാദേവ പപ്പടമില്ലാതെ ഇനി എന്ത് സദ്യ? ഓർഡർ ചെയ്യുക ഇപ്പോ തന്നെ. പോലീസ് സ്റ്റേഷൻ ഇന്നു മുതൽ മൈ പോലീസ് സ്റ്റേഷൻ. ജനസൗഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ സമീപിക്കാവുന്ന സേവന കേന്ദ്രങ്ങളായി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രഭാഷണം നടത്തി. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി. രാജേഷ്, സംസ്ഥാന പോലീസ് മേധാവി റെവാഡ ആസാദ് ചന്ദ്രശേഖർ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മിൻഹാജ് ആലം, സംസ്ഥാന പോലീസ് ഉപദേഷ്ടാവ് എ. ഹേമചന്ദ്രൻ, നിയമക്രമസമാധാന വിഭാഗം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പി. വിജയൻ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ ആർ. ബി. കൃഷ്ണ, പേരൂർക്കട പോലീസ് സ്റ്റേഷൻ SHO ടി. കെ. വിനോദ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരാതികളുമായി എത്തുന്നവർക്കായി പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക്, സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ഡെസ്ക്, ട്രാൻസ്ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്, ഭിന്നശേഷിക്കാർക്കുള്ള ഹെൽപ്പ് ഡെസ്ക്, സൈബർ ക്രൈം ഹെൽപ്പ് ഡെസ്ക്, നിയമസഹായ ഹെൽപ്പ് ഡെസ്ക്, വിവിധ അപേക്ഷകൾ, ഓൺലൈൻ സേവനങ്ങൾ, വിവരാവകാശ നിയമം, FIR പകർപ്പ് തുടങ്ങി വിവിധ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ചു. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കും. PMAY അർബൻ 2.0 പദ്ധതി നടപ്പാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ധാരണാപത്രം ഒപ്പിടാൻ തീരുമാനമായി. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-2026 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് അനുമതി നൽകി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നിന്ന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചരക്ക് നീക്കം ഓഗസ്റ്റ് 18 ആരംഭിക്കും. ഇതുവരെ തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനമാണ് പ്രധാനമായും നടന്നിരുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാത 66 ബന്ധിപ്പിക്കുന്ന താൽക്കാലിക റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. ലോക്സഭ പാസാക്കിയ മെൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻസ് ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കും. പൂജപ്പുര പൗരസമിതിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഏറെ മതിപ്പുളവാകുന്നു. പൂജപ്പുര പൗരസമിതിയുടെ നേതൃത്വത്തിൽ പൂജപ്പുര പാങ്ങോട് LP സ്കൂളിൽ നാളെ രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഭിന്നശേഷി കുട്ടികൾക്കായി വീൽ ചെയർ നൽകും. പൂജപ്പുര പൗരസമിതി പ്രസിഡന്റ് സതീഷ് കുമാർ, സെക്രട്ടറി ശശികുമാർ ശരണ്യ, ട്രഷറർ സന്ദീപ്, രക്ഷാധികാരി മോഹൻകുമാർ തുടങ്ങിയവരും കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുമെന്ന് സെക്രട്ടറി ശശികുമാർ ശരണ്യ അറിയിച്ചു. മലയാളികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയുമായി ഇക്കുറിയും കുടുംബശ്രീ. ജില്ലാ തലത്തിലും CDS തലത്തിലും ഓണസദ്യയുടെ ബുക്കിംഗ് പുരോഗമിക്കുന്നു. മലയാളികളുടെ ഓണാഘോഷത്തിന് വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി ഇക്കുറിയും കുടുംബശ്രീ. സംസ്ഥാനമെമ്പാടുമുള്ള 400ഓളം വനിതാ ക്യാൻറ്റീൻ കാറ്ററിംഗ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുടെ നേതൃത്വത്തിലാണ് ഓണസദ്യ തയ്യാറാക്കുന്നത്. ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളും പായസവും തിരഞ്ഞെടുത്ത് മുൻകൂട്ടി ഓർഡർ നൽകാം. ചോറ്, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, തോരൻ, ഓലൻ, കാളൻ, പച്ചടി, കിച്ചടി, പുളിയിഞ്ചി, രസം, മോര്, അച്ചാറ്, ശർക്കര വരട്ടി, കായ ഉപ്പേരി, പപ്പടം, പഴം, പായസം എന്നിവ ഉൾപ്പെടെയുള്ള ഓണസദ്യയ്ക്ക് 170 രൂപ മുതലാണ് നിരക്ക്. കൂടാതെ ആവശ്യക്കാർക്ക് അടപ്രഥമൻ, പാലടപ്രഥമൻ, പരിപ്പ് പായസം തുടങ്ങി വിവിധ ഇനം പായസം 1/2 ലിറ്റർ മുതൽ ലഭ്യമാകും. മിനിമം 5 സദ്യയെങ്കിലും ബുക്ക് ചെയ്യണം. ഓണസദ്യ ബുക്ക് ചെയ്തവർക്ക് അതത് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭകരുടെ പക്കൽ നിന്ന് ഓണസദ്യ നേരിട്ട് വാങ്ങാം. നിലവിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും കോൾ സെന്റർ വഴിയും അതത് കുടുംബശ്രീ CDSകൾ വഴിയും ഓണസദ്യയുടെ ബുക്കിംഗ് പുരോഗമിക്കുകയാണ്. ഓണസദ്യ ബുക്ക് ചെയ്യുന്ന വ്യക്തിയുടെ സമീപ പ്രദേശത്തുള്ള കുടുംബശ്രീ സംരംഭകർക്കാണ് ഓർഡർ ലഭിക്കുക.
ഹിന്ദുസ്ഥാൻ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ബീറ്റ ഗ്രൂപ്പ് എന്നിവർ സംയുക്തമായി തിരുവനന്തപുരം പുളിമൂട് ജംഗ്ഷനിൽ നിർമ്മിക്കാൻ പോകുന്ന വൻ കെട്ടിട സമുച്ചയത്തിന്റെ വസ്തു കൈമാറ്റ ചടങ്ങ് ഹോട്ടൽ അപ്പോളോ ഡെമോറയിൽ നടന്നു. ഹിന്ദുസ്ഥാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. നടത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ വിജയങ്ങളും നേരുന്നു. ഈ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് അധീനതയിലുള്ള ടാറ്റ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം സ്റ്റാച്യു ബ്രാഞ്ചിലേക്കായിട്ടാണ് ഒഴിവുകളുള്ളത്. ബന്ധപ്പെടേണ്ട നമ്പർ 9446471146. സദ്യവട്ടത്തിന് സ്വാദേകാനിനി ശ്രീ മഹാദേവ പപ്പടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്വാദിഷ്ടം. ശ്രീ മഹാദേവ പപ്പടമില്ലാതെ ഇനി എന്ത് സദ്യ? ഓർഡർ ചെയ്യുക ഇപ്പോൾ തന്നെ.